Come and join iLearn IAS and feel the difference. ഹായ്, ഞാൻ മുഹമ്മദ് ഷിനാസ്, iLearn IASൻ്റെ ഡയറക്ടർ ഒരാളാണ്. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 276 റാങ്ക് കരസ്ഥമാക്കിയ അർഷദ് മുഹമ്മദാണ്. അർഷദിൻ്റെ സിവിൽ സർവീസ് ജേർണി നമുക്കെല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷനിലാണ്. നമുക്ക് അർഷദിൻ്റെ അടുത്ത് അർഷദിൻ്റെ ആ ജേർണിയെ പറ്റി ചോദിക്കാം, മനസ്സിലാക്കാം. ഹായ് അർഷദ്, വെൽക്കം. താങ്ക് യു സർ. അർഷദിൻ്റെ സ്വദേശം എറണാകുളമാണ് അല്ലേ? യെസ് സർ. പഠിച്ചതൊക്കെ എറണാകുളത്ത് തന്നെയാണ്? സ്കൂളിംഗ് ഒക്കെ? ആ സർ, കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിലാണ് സർ പഠിച്ചത്. അപ് ടു 12th സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 12th. 12th വരെ അവിടെ പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? സർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ BA ഓണേഴ്സ് എക്കണോമിക്സ് 2018. അത് കഴിഞ്ഞിട്ട് സർ പ്രിപ്പറേഷൻ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. സാധാരണഗതിയിൽ ഈ കേരളത്തിൽ തന്നെ പൊതുവെ ഒരു എൻജിനീയർ, ഡോക്ടർ എന്ന് പറയുന്നൊരു അൺനെസസറി ആയിട്ടുള്ള റാറ്റ് റേസ് നടക്കുന്നതായിട്ട് തോന്നാറുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് നല്ല ഏത് സ്കൂളിൽ പഠിച്ച കുട്ടികളാണെങ്കിലും +1 +2 സമയത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു അല്ലെ, കുട്ടികളൊക്കെ ഓവർ ബേർഡൻഡ് തന്നെയാണ്. അപ്പം അതിലേക്ക് പോകണ്ട എന്ന് നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ട് തന്നെയാണോ BA ഓണേഴ്സിലേക്ക് എത്തുന്നത്? എന്തുകൊണ്ടാണ് ഗ്രാജുവേഷൻ ആ ഒരു ആർട്ട് സബ്ജക്റ്റിലേക്ക് തിരിയാനുള്ള റീസൺ എന്തായിരുന്നു? സർ, ആക്ച്വലി 11th തുടങ്ങിയപ്പോൾ ഞാൻ സയൻസ് സ്ട്രീം സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു, ബിക്കോസ് ദാറ്റ് ഹാസ് ഇറ്റ്സ് ബെനിഫിറ്റ്സ് ഐ ഫെൽറ്റ്. അത് കഴിഞ്ഞിട്ട് സർ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഞാൻ പോയായിരുന്നു. 11th കഴിഞ്ഞപ്പോഴാണ് സർ ഈ FIUP പ്രോഗ്രാം, ദാറ്റ് ഈസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പഠിക്കണം, സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പോകണം എന്നുള്ളൊരു ഒരു ചെറിയൊരു തോട്ട് എന്തായാലും ഒരു 6th 7th സ്റ്റാൻഡേർഡ് തുടങ്ങി ഉണ്ട് സർ. പക്ഷേ അന്ന് 4 year പ്രോഗ്രാം ആയിരുന്നു സർ. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ 11th അത് 4 year മാറ്റി 3 year പ്രോഗ്രാം ആക്കി സർ. സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്തായാലും എഴുതണമെന്നും തോന്നി. അപ്പോൾ ഒരു 11th കഴിഞ്ഞിട്ട് 12th ഒക്കെ ആയപ്പോൾ സർ ടുവേർഡ്സ് ദി എൻഡ് ഐ ഫെൽറ്റ് എൻട്രൻസ് എക്സാംസ് എന്തായാലും എഴുതാം, ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബോർഡ് എക്സാംസ് ഫോക്കസ് ചെയ്തിട്ട് ഹോപ്പ്ഫുള്ളി സെയിൻറ്റ് സ്റ്റീഫൻസിൽ തന്നെ എൻറോൾ ചെയ്യുക, അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ പഠിക്കുക എന്നുള്ളൊരു ഇത് വന്നു സർ. ബോർഡ് എക്സാം നല്ല സ്കോർ ഉണ്ടായിരുന്നു സർ. സ്റ്റീഫൻസിൽ ഇൻ്റർവ്യൂ ക്ലിയറായി, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കിട്ടി. അപ്പോൾ അതിലേക്ക് അങ്ങ് പോയി സർ. സ്റ്റീഫൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നാണ്. അവിടുത്തെ എക്കണോമിക്സ് ഈസ് വെരി ഫേമസ് ഓൾസോ. യെസ് സർ. യു മൈറ്റ് ഹാവ് വെരി ഇൻട്രസ്റ്റിംഗ് കോളേജ് ലൈഫ്, റൈറ്റ്? യെസ്. അർഷദിന്റെ കോളേജ് ലൈഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? യെസ് സർ, ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അവേക്കനിങ് നടന്നത് സർ, ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ കോളേജ്. കോളേജ് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ ദാറ്റ്. കാരണം സർ, ഇറ്റ് ഹാസ് എ വെരി ഡൈവേഴ്സ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഇൻട്രാക്ഷൻ വിത്ത് ദം, ഇൻട്രാക്ഷൻ ടു ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, പിന്നെ ഇൻട്രാക്ഷൻ ടു ഡിഫറെൻറ്റ് ഐഡിയാസ്. പിന്നെ ഒരു നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ആർ ഓൾസോ സിവിൽ സർവീസ് ആസ്പിറൻസ്. അപ്പോൾ ഇൻട്രാക്ഷൻ വിത്ത് ദം, ഗെറ്റിംഗ് ടു നോ മോർ. അപ്പോൾ നോട്ട് ജസ്റ്റ് വിത്തിൻ ക്ലാസ് റൂം ലേണിംഗ്, പക്ഷേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് ലേണിംഗ്, അതിൻ്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സർ സ്റ്റീഫൻസിൽ. സോ മെനി ഓപ്പർച്യൂണിറ്റീസ്, സോ മെനി ആക്ടിവിറ്റീസ് ദാറ്റ് വി ക്യാൻ എൻഗേജ് ഇൻ. അപ്പോൾ ഡെഫിനറ്റ്ലി സർ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഹാപ്പൻഡ് ഇൻ സ്റ്റീഫൻസ്. ആൻഡ് അതിൻ്റെ ഒരു തുടക്കം ഡെഫിനറ്റ്ലി സ്കൂളിങ്ങിൽ ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ഇറ്റ്. രാജഗിരി പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ഒരു ബേസ് വെച്ച് സ്റ്റീഫൻസിൽ കണ്ടിന്യൂ ആയി. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് മേഡ് മീ ഹു ഐ ആം ടുഡേ. ഈ ബീയിങ് അപ്പോളിറ്റിക്കൽ ഈസ് സെഡ് ടു ബി വെരി കൂൾ ഇൻ ദ പ്രസൻറ്റ് ടൈംസ് അല്ലേ? പക്ഷേ ആ സമയത്ത് ബീയിങ് പൊളിറ്റിക്കൽ, ബീയിങ് ഐഡിയോളജി, നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ വ്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലും യു ക്യാൻ കോൺട്രിബ്യൂട്ട് എന്നുള്ളത് സ്റ്റീഫൻസിൽ വെച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ടു ബി ആക്റ്റീവ് ഇൻ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി റിലേറ്റഡ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ അല്ലേ? ഡെഫിനറ്റ്ലി സർ. കാരണം ഐ തിങ്ക് ദിസ് ഐഡിയ ഓഫ് ബീങ് എപൊളിറ്റിക്കൽ ഇറ്റ്സെൽഫ് ഇസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ദാറ്റ് ഹാസ് എൻ ഇഷ്യൂ. കാരണം നമ്മൾ എന്ത് ചെയ്താലും, ദ ഡ്രസ് വി വെയർ അല്ലെങ്കിൽ ദ ഫുഡ് വി ഈറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തുണ്ടെങ്കിലും ദർ ഇസ് പൊളിറ്റിക്സ് അറ്റാച്ച്ഡ് ടു ഇറ്റ്, വെദർ വി വോണ്ട് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മുടെ പ്രിവിലേജ് റെക്കഗ്നൈസ് ചെയ്യുക. വാട്ട് ഈസ് മൈ ബാക്ക്ഗ്രൗണ്ട്, ബിക്കോസ് ഓഫ് മൈ പ്രിവിലേജ് ഐ എം ഹിയർ ടുഡേ. അപ്പോൾ അതൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ട് പോലും ദർ ആർ ഡിഫറെൻറ്റ് വേസ് വി ക്യാൻ കോൺട്രിബ്യൂട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ വെയർ വി വോണ്ട് ടു കോൺട്രിബ്യൂട്ട്. ആൻഡ് അറ്റ് ദ വെരി ലീസ്റ്റ് സർ, നമ്മുടെ ഒരു അവേക്കനിങ് ഉണ്ടാവുക, വാട്ട് ഈസ് ആർ വൈ വി ആർ ഹിയർ ആൻഡ് ഫോർ വാട്ട് പർപ്പസ്, വാട്ട് ഈസ് അറൗണ്ട് അസ്. ആൻഡ് അപ്പോൾ നമ്മുടെ ഒരു പ്രിവിലേജ് ആൻഡ് ദ ഇഷ്യൂസ് ദാറ്റ് ആർ ദെയർ ഇൻ സൊസൈറ്റി, അറ്റ് ദ വെരി ലീസ്റ്റ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഐ തിങ്ക് ഇൻ ഫ്യൂച്ചർ ഹൗ വി ഷുഡ് ഗോ അഹെഡ് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവും സർ. എനിക്ക് തോന്നുന്നു സ്റ്റീഫൻസിൽ കുറച്ച് പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്തിരുന്നു അല്ലേ? എന്തായിരുന്നു സർ? എൻ്റെ സെക്കൻഡ് ഇയറിൽ സർ ഞാൻ സ്റ്റുഡൻസ് യൂണിയനിലെ ജോയിൻറ്റ് ട്രഷറായിരുന്നു, പ്ലാനിംഗ് ഫോറം സൊസൈറ്റിയിലെ ട്രഷറായിരുന്നു. തേർഡ് ഇയറിൽ ഡിബേറ്റിംഗ് സൊസൈറ്റിയുടെ ടൂർണമെൻറ്റ്സിൻ്റെ ഇക്വിറ്റി ഓഫീസറായിരുന്നു.
and also coordinator for Center for Economic Research. These are I had enough opportunities, sir, at college. Okay. Obviously സ്റ്റീഫൻസ് കഴിയുന്നു, കൂടെ കുറേ അധികം പേര് സിവിൽ സർവീസ് എന്നുള്ള താല്പര്യമുണ്ട്. യു ഓൾസോ ഡിസൈഡ്. ഓക്കെ, ആ പ്രിപ്പറേഷൻ്റെ ജേർണി തുടക്കം എങ്ങനെയായിരുന്നു? സർ ആക്ച്വലി സ്കൂളിൽ തന്നെ ഐഡിയ ഉണ്ടായിരുന്നു സർ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്തായാലും നടത്തണമെന്ന്. അപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് സർ ആഫ്റ്റർ 3 years ഐ തോട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി പ്രിപ്പയർ ഓൺ മൈ ഓൺ ആൻഡ് ദെൻ മെറ്റീരിയൽ റിസോഴ്സൊക്കെ എല്ലാം അവൈലബിൾ ആണ് സർ. ആൻഡ് പ്രിപ്പറേഷൻ തുടങ്ങി സർ. ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഐ ഡിഡ്ന്റ് ക്ലിയർ പ്രിലിംസ്. സെക്കൻഡ് അറ്റംപ്റ്റ് ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡൽഹിയിൽ തന്നെ സർ. ഐ തോട്ട് ഐ വിൽ കണ്ടിന്യൂ ദെയർ. ഡൽഹിയിൽ എൻറോൾ ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എന്നിട്ട് പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു സർ. പക്ഷേ മെയിൻസ് എഴുതി, പക്ഷേ മെയിൻസ് ക്വാളിഫൈ ചെയ്തില്ല. ആൻഡ് ദിസ് വാസ് 2020. ഒരു ആദ്യത്തേതിൽ പ്രിലിംസ് കിട്ടുന്നില്ല, അടുത്തതിൽ പ്രിലിംസ് കിട്ടി, മെയിൻസ് കിട്ടുന്നില്ല അല്ലേ? ഓക്കെ. അപ്പം ഈ ഒരു സ്റ്റേജിൽ യു മൈറ്റ് ഹാവ് സീൻ മെനി ഓഫ് യുവർ ഫ്രണ്ട്സ് മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ടാവാം, മാസ്റ്റേഴ്സ് എടുക്കാം JNUലോ DUലോ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഇത് വേണ്ട, നമുക്ക് തിരിച്ച് അക്കാഡമിക്സിലേക്ക് പോകാമെന്നോ അല്ലെങ്കിൽ ജോലിക്ക് കയറാം, അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടായിട്ടുണ്ടോ? അതോ ഫോക്കസ് ഓൺ സിവിൽ സർവീസ്, യുവർ ടൈം വിൽ കം എന്നായിരുന്നു? സർ ദർ ഹാവ് ബീൻ പോയിന്റ്സ് ഇൻ ടൈം സർ. ഒരു ഇൻട്രോസ്പെക്ഷൻ, ഈവൻ കോളേജിൻ്റെ ചില ആക്ടിവിറ്റീസിൻ്റെ ഇടയ്ക്ക് സിവിൽ സർവീസ് തന്നെയാണോ സ്യൂട്ടഡ് ടു മൈ ടെമ്പറമെൻറ്റ്, ഇത് തന്നെ പോകണോ? പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാത്തപ്പോൾ ഇത് തന്നെയാണോ? കാരണം എൻ്റെ കൂടെയുള്ള അതർ ഫ്രണ്ട്സ് ഐ നോ, അപ്പോൾ ദേ വർ ഏബിൾ ടു ക്വാളിഫൈ. അപ്പോൾ ഒരു സെൽഫ് ഡൗട്ട് വരും സർ. ബട്ട് ദെൻ സർ, ഇപ്പോൾ നമ്മൾ ലോങ് ടേം ആണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ഐ ഹാവ് ഡിസൈഡഡ് ദാറ്റ് വർക്കിംഗ് വിത്തിൻ ദ സിസ്റ്റം it suits me, and I think I really want to be a part of the Indian civil service. Temperament also I think it suits. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർ, ദാറ്റ് ഈസ് ദ ഗോൾ. പിന്നെ ട്രജക്ടറി വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ വിൽ എൻ്റർ ദാറ്റ് സോൺ ഓർ റീച്ച് ദ ഡെസ്റ്റിനേഷൻ അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഇൻ ടൈം. നമ്മൾ കമ്പയർ ചെയ്യാതെ സോ ദ ക്ലാരിറ്റി വിത്ത് റെസ്പെക്ട് ടു വാട്ട് യു വാണ്ട്, യെസ്, ആൻഡ് എ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ വിത്ത് റെസ്പെക്ട് ടു വാട്ട് ഈസ് യുവർ ടെമ്പറമെൻറ്റ് ആൻഡ് ടു വാട്ട് ജോബ് ഇറ്റ് സ്യൂട്ട്സ് അല്ലേ? ഓക്കെ, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഐ തിങ്ക് സെൽഡം സ്റ്റുഡൻസ് ഡൂ ദാറ്റ്. ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ആണ് പലപ്പോഴും അവർ തന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു തോട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം തേർഡ് അറ്റംപ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും യു ആർ preparing and you give your prelims, right? Yes. Okay, and after prelims prelims qualifies sir, and already one mains had written. അപ്പോൾ അതിൽ 53 മാർക്സിനാണ് ഐ ഡിഡ്ന്റ് ക്വാളിഫൈ ഇൻ 2020. അപ്പോൾ ദിസ് ഇസ് 2021 അറ്റംപ്റ്റ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാർക്സ് നോക്കിയപ്പോഴും there needs to be something more. കൺസിഡറബിൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം. എസ്പെഷ്യലി കാരണം മെയിൻസ് ഇസ് ഫോക്കസ് ഓൺ ആൻസർ റൈറ്റിംഗ്. സോ ദർ ഹാസ് ടു ബി ഇംപ്രൂവ്മെന്റ് ദർ. ഹൗ ടു ഇംപ്രൂവ്? അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ സർ, iLearn ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഫോക്കസസ് ഓൺ ആൻസർ റൈറ്റിംഗ് ഓൾസോ, വെരി സ്പെസിഫിക്കലി ഓൺ ആൻസർ റൈറ്റിംഗ്. iLearnൻ്റെ പ്രോഗ്രാം തന്നെ വിത്ത് ഡെഫിനറ്റ്ലി ഫോക്കസ് ഓൺ ഡെയിലി ആൻസർ റൈറ്റിംഗ് സെഷൻസ്, one-on-one സെഷൻസ്, ഒരു മെൻറ്ററിങ് കൾച്ചർ ദാറ്റ് ഇസ് ദെയർ. അപ്പോൾ വെൻ ഐ കെയിം ടു നോ അബൌട്ട് ദാറ്റ്, ഞാൻ ഡിസൈഡ് ചെയ്തു സർ. ഞാൻ ഡൽഹി തന്നെ ആയിരുന്നു സർ. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ സെക്കൻഡ് ലോക്ക്ഡൗൺ. ആ സമയത്തായിരുന്നല്ലോ സർ, ബട്ട് ദ സെക്കൻഡ് വേവിൻ്റെ. ബട്ട് ദെൻ ഐ തോട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ എൻറോൾ. ആൻഡ് ദെൻ ഓൺലൈൻ ഞാൻ എൻറോൾ ചെയ്തു സർ. ഐ വാസ് ഏബിൾ ടു അറ്റൻഡ് ദ ഓൺലൈൻ സെഷൻസ്, ആൻസർ റൈറ്റിംഗ് എല്ലാം ഓൺലൈൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മീൻസ് ക്വാളിഫൈ ചെയ്തു സർ, താങ്ക്ഫുള്ളി. ഇൻ്റർവ്യൂ ഗൈഡൻസിന് വേണ്ടി സർ ഞാൻ പിന്നെ തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്നു. ഈ അടുത്ത തവണ മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോൾ യു ആർ ബിറ്റ് മോർ ഷുവർ ദാൻ ലാസ്റ്റ് ഇയർ ദാറ്റ് യു വിൽ ഗെറ്റ് ത്രൂ, റൈറ്റ്? സർ, മെയിൻസ് ക്വാളിഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് വാസ് ഡെഫിനറ്റ്ലി ദെയർ. നൗ വാട്ട് വാസ് ദ സ്കോർ വാസ് ഡെഫിനറ്റ്ലി ഇൻ ഡൗട്ട്. അപ്പോൾ ഒരു ഹോപ്പ്ഫുൾ ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ മോഡ് തന്നെ നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സർ. ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ എല്ലാവർക്കും ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ് ഏത് ഓപ്ഷനിലാണെന്നുള്ളത്. യെസ് സർ. യു ചൂസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, റൈറ്റ്? യെസ് സർ. ഓക്കെ, സോ വാട്ട് മേഡ് യു ടു ചൂസ് PubAd? Sir, I went through the syllabus of the options that I could write, എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ ടോപ്പ് 3 കണ്ടൻറ്റേഴ്സ് എക്കണോമിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യോളജി, ആൻഡ് ഓൾസോ PSIR ഈസ് എ പോപ്പുലർ ഓപ്ഷണൽ. സർ, അപ്പോൾ പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വെൻ ഐ വെൻ ത്രൂ ദ സിലബസ് ഐ ലുക്ക്ഡ് അറ്റ് ഓവർലാപ്പ് വിത്ത് GS പേപ്പേഴ്സ്, എങ്ങനെയുണ്ട് ഓവർലാപ്പ്. ഓൾസോ സർ, ഐ തോട്ട് ലോങ് ടേം കുറച്ചും കൂടി നോക്കണം. കാരണം അൾട്ടിമേറ്റ്ലി ഐ എം പ്ലാനിങ് ടു ബിക്കം എ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ. ആൻഡ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹാവിങ് എ ബേസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എസ്പെഷ്യലി ബിക്കോസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കൂടെ മാനേജ്മെൻറ്റ് തിയറി, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, പബ്ലിക് എക്കണോമിക്സ്, ദീസ് ആർ ഓൾ എൻ എസെൻഷ്യൽ പാർട്ട്. സോ ഐ തോട്ട് ഐ വിൽ എനിവേ സ്റ്റഡി, എന്തായാലും പഠിക്കാം. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് മീ ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ. GS ആയിട്ട് ഓവർലാപ്പ് ഉണ്ട്. So, as an administrator also you believe that PubAd would help you, right? Yes sir. And that's interesting.
Then mains എഴുതി you told that you are more sure about that. I also remember the mains കഴിഞ്ഞ സമയത്ത് also we were having the discussions with respect to interview and all, what to do till that period of results coming. Okay, so എങ്ങനെയായിരുന്നു interview guidance preparation from DAF to till interview? എങ്ങനെയായിരുന്നു ആ പ്രോസസ്? Sir, I'm very thankful, sir, കാരണം from the DAF process itself, iLearn was an integral part. Sir especially was my mentor for the interview guidance program. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർ ഡാഫിൽ തന്നെ what should we focus on, how should we go ahead preparing the DAF. പിന്നെ ഡാഫ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും our one-on-one sessions, I still remember, sir, നമ്മുടെ ഫസ്റ്റ് one-on-one session അതിലൊരു ക്വസ്റ്റ്യൻ അബൌട്ട് മൈ ബർത്ത് ഡിസ്ട്രിക്ട് ആൻഡ് വാട്ട് ആർ ദ ഇഷ്യൂസ് ഫേസ്ഡ് ഇൻ കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണല്ലോ സർ, ബർത്ത് ഡിസ്ട്രിക്ട്. That same question came for the interview also. So that was about how should we approach, not just content related, but sir varna any other pointers, how to approach to the question, what should we keep in mind. Because no matter what, there is also a strategy involved in interview in every stage, including interview. So in that case, sir, I'm very more thankful. Importantly, I think we focused on what UPSC is looking in a candidate, right? അതായിരുന്നല്ലോ സർ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വി ഹാഡ് എ ലോട്ട് ഓഫ് വൺ സെഷൻസ് സർ. പിന്നെ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, ഡൽഹിയിലും പോയി. എന്നിട്ട് തിരിച്ച് വന്നപ്പോൾ സർ ദ ക്വസ്റ്റ്യൻ വാസ്, നമുക്കൊരു ബേസ് ഉണ്ട് ആൻഡ് ലെറ്റ്സ് അസ്യൂം ആവറേജ് മാർക്സ് ഫോർ മെയിൻസ്. ഹൗ ഡു വി സ്കോർ ദാറ്റ് എക്സ്ട്രാ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ടു ദ ഫൈനൽ ലിസ്റ്റ്? കാരണം സർ എൻ്റെ ഇൻ്റർവ്യൂ വാസ് ഓൺ ദ പെനൾട്ടിമേറ്റ് ഡേ. So the boards would have seen so many candidates now. How do I stand apart from others? So our discussion was to ensure that we will definitely score above the average of 170, right? Sir, and I think interview scored 184, right? 184, sir. It's a very decent mark, very nice mark. Interesting. Now 170 average, we were actually able to push to 184 marks. So you got 276th rank, right? 276, sir. Okay. But you are still planning to write the examination, right? Yes, sir. Okay, that's again, I mean, നമ്മുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് കിട്ടുന്നവരെ അവർ എഫേർട്ട് ഇടുന്നതും ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. I know that your college played a crucial role, right? കാരണം school gives us the base. Yes, sir. And college expands our view, right? Yes, sir. So I think many students who are actually watching this should think about looking at one of the best institute rather than settling somewhere very near to us. Like Delhi പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്ന ഒരു എക്സ്പോഷർ, അതായത് ഡൽഹി പോലൊരു കോളേജിൽ ആ സ്ഥലത്ത് ഡൽഹിയിലെ പോലൊരു അല്ലെങ്കിൽ സെൻറ്റ് സ്റ്റീഫൻ പോലൊരു കോളേജിൽ തരുന്നൊരു എക്സ്പോഷർ ഈസ് ക്രൂഷ്യൽ. I remember both of your parents coming and meeting, your father talking to me and all. They were also equally putting their effort in your preparation, all right? Sir. That is so true, parents വളരെ സപ്പോർട്ടീവ് ആയിരുന്നു സർ. ദേ വർ എക്സ്ട്രീംലി സപ്പോർട്ടീവ് ത്രൂ ഓൾ സ്റ്റേജസ്. കാരണം ഈവൻ മൈ ലോസ്, ഫസ്റ്റ് ടൈം പ്രിലിംസ് ക്വാളിഫൈ ചെയ്തല്ലോ സർ, ആൻഡ് ദ നെക്സ്റ്റ് ടൈം ഒക്കെ മെയിൻസും ക്വാളിഫൈ ചെയ്തില്ല സെക്കൻഡ് അറ്റംപ്റ്റിൽ. സോ ദേ വർ ദെയർ ടു ഗിവ് മീ ദ നെസസറി എൻകറേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട്. ഇറ്റ്സ് ഓക്കെ, വി നോ യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് ദിസ് ഇസ് യുവർ ഗോൾ. അപ്പോൾ അതിനെന്തായാലും വാട്ട് എവർ സപ്പോർട്ട്, ആക്ച്വലി വാട്ട് എവർ ഐ ബീൻ ഹിയർ ടുഡേ സർ, ദേ ഹാവ് പ്ലേഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദാറ്റ്. ഇൻഫാക്ട് സർ iLearn പറ്റി കൂടുതൽ വാപ്പിയും നോക്കിയായിരുന്നു. സോ ഹീ ലുക്ഡ് ഇൻ ടു ആൻഡ് ഹി വാസ് സേയിങ് ദർ ഇസ് ദേ ഹാവ് എ വെരി ഗുഡ് ഫാക്കൽറ്റി ആൻഡ് ആക്ച്വലി സോ സം ഓഫ് എ വീഡിയോസ്. അപ്പോൾ കുറച്ചൊരു മെൻറ്ററിങ് ഇതൊക്കെ ഉണ്ട്. ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ എക്സ്പ്ലോർ, യു ഷുഡ് ലുക്ക് ഇറ്റ് അപ്പ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് വാസ് ദെയർ ത്രൂ ഔട്ട് സർ, ആൻഡ് ഈവൻ നൗ ഓൾസോ. സോ ഐ എം വെരി താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ ടു ദം. You might have developed a lot of friends in your school, college, even during preparation also, right? Sir. And some of them might be in this route itself. Yes, sir. So what was their role? I mean, the people, your friends in general. Sir, one way is how they give alternate viewpoints. കാരണം സർ നമ്മളിപ്പോൾ നമ്മുടെ ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെറ്റ് ചില പ്രീ കൺസീവ് നോഷൻസ് ബയസസ് കാരണം വി മേ ഹാവ് എ ഫിക്സ്ഡ് ലൈൻ ഓഫ് തിങ്കിങ്. ചിലപ്പോൾ ഒരു ടണൽ തിങ്കിങ് പോലെ ആവാം. ബട്ട് when we have friends from different backgrounds with different tastes and different tastes especially sir, അപ്പോൾ അങ്ങനെ വരുമ്പോൾ they will give different opinions, or they will ചില സമയത്ത് they will give a question that make us think we should start thinking things differently. That was very crucial sir during the preparation stage. And also sir, from an emotional support point of view also, friends have played a role sir. വളരെ സപ്പോർട്ടീവായിട്ട്, യു ക്യാൻ ഡു ഇറ്റ്, നോ പ്രോബ്ലം.
അപ്പോൾ അങ്ങനത്തെ ഒരു ഡെഫിനറ്റ്ലി ഡൽഹിയിൽ ആൻഡ് ബാച്ച്മേറ്റ്സ് ഓൾസോ സർ, ബാച്ച്മേറ്റ്സിൽ കാരണം സ്റ്റീഫൻസിൽ ഫ്രം മൈ ബാച്ച് മൈ ക്ലാസ് ഓൾസോ ദർ ആർ മെനി ആസ്പിറൻസ്, മെനി യു ക്ലിയർ ദിസ് ടൈം, ഈ വർഷം തന്നെ കിട്ടി. അപ്പോൾ സർ അവരുടെ വി വർ ഇൻ ടച്ച് ഓൾസോ ആൻഡ് ദേ ഹാവ് ബീൻ വെരി ഹെൽപ്ഫുൾ സർ. See, one thing I noticed about Arshad is, about you is that you have a very rounded personality. I mean, sometimes people think that you are very academic oriented, but again, you have taken up a lot of positions in college. So you have actually shown a lot of leadership things. But again, when it comes to your hobby, you like watching military strategy videos. I mean, Yes, again, sir. with respect to your hobbies also, it was different. Right. I think even there were questions from that dimension, right? Yes, sir. Interview actually, it was Dr. T.C. Anand sir's board, and the first thing that sir noted, the chairman noted, was your hobbies, reading non-fiction, okay, and military strategy videos. What are these videos all about? There is no sir opening question, and I think that is the thing about an interview. I believe I distinctly remember sir Parjan, it should translate to a conversation. So then he asked me, what is it? Okay, what are the videos you have watched? And then from there it went to national security and defense related questions, issues. So flow was there. In between, of course, based on my DAF and economy related questions ഉണ്ടായിരുന്നു. But yes, my hobbies DAF questions were dominant. Dominant, okay. And again, the fact that, see, many times students who think about civil service examination always sees very academic, very studious persons. But in fact, if you look at many people who has cleared this examination, it is not that studious ones who actually get in. It is the one who try to balance everything, right? You are part of the debating society. You are part of you are doing a lot of activities. So I mean, for someone who is actually going to the college, Yes, sir. and see, what is your suggestion to them other than the academics? എന്താണ് കുട്ടികളോട് പറയാനുള്ളത്? ഐ മീൻ അതർ ദാൻ ദ അക്കാഡമിക്സ്, ഒരു കോളേജിൽ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ ഫോക്കസ് ചെയ്യണം, എന്ത് ഫോക്കസ് ചെയ്യണം? സർ ഡെഫിനറ്റ്ലി ഔട്ട്സൈഡ് ക്ലാസ് റൂം ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് സീക്കുക. ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏതൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ ട്രൈ ടു ഡെവലപ്പ് ദെയർ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തന്നെ ഒരു ഇൻട്രോസ്പെക്ഷൻ്റെ ടൈം ഉണ്ടാവും. വിൽ ബി ഏബിൾ ടു ഡെവലപ്പ് ആർ കപ്പാസിറ്റീസ്. അറ്റ് ദ സെയിം ടൈം നല്ലൊരു ഫ്രണ്ട് സർക്കിളും കിട്ടും. ഇപ്പോൾ സർ ഇപ്പോൾ നമ്മളൊരു 3 ആക്ടിവിറ്റീസ് എടുക്കുകയാണെങ്കിൽ അതിൽ 2 ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ എനിക്കാണെങ്കിൽ ഓക്കെ ഡിബേറ്റിംഗ് ആണ്, ക്വിസിംഗ് ആണ്, ഓക്കെ. പക്ഷേ ഒരു 3rd ആക്ടിവിറ്റി ഇഫ് പോസിബിൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. സംതിങ് വിച്ച് വി ഹാവ് നെവർ ട്രൈഡ് ബിഫോർ. അറ്റ് ദ വെരി ലീസ്റ്റ് നമുക്ക് ഈവൻ ഇഫ് യു ഫെയിൽ മിസറബിളി നമുക്ക് ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ അതിനെ പറ്റി കിട്ടും, ഓർ അറ്റ്ലീസ്റ്റ് ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ്. അപ്പോൾ അങ്ങനെ നോക്കേണ്ടതാണെന്നാണ് സർ ഐ ബിലീവ്. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. അൾട്ടിമേറ്റ്ലി നോട്ട് ജസ്റ്റ് അക്കാഡമിക്, പക്ഷേ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു റൗണ്ടഡ് പേഴ്സണാലിറ്റിക്ക് വേണ്ടി there needs to be extracurricular activities, there needs to be extra reading, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആർ സൊസൈറ്റി. അപ്പോൾ ആ ഒരു ബി ഓപ്പൺ മൈൻഡഡ്, ബി ബ്രോഡ് മൈൻഡഡ്, ഒരു ബി എൻഗേജ്ഡ് വിത്ത് ഐഡിയാസ് ഓൾ അറൗണ്ട്. ഐ തിങ്ക് അതായിരിക്കണം സർ. I just want to ask one thing else. I mean, with respect to your detailed application form, കാരണം ഡാഫിൽ നിന്ന് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, യു ആർ പാർട്ട് ഓഫ് മോഡൽ UN, റൈറ്റ്? യെസ് സർ. റെപ്രസെൻറ്റിംഗ് അൾജീരിയ, ഏത് രാജ്യമായിരുന്നു? സർ സ്റ്റീഫൻസിലായിരുന്നെങ്കിൽ ഖത്തറിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്, ഓക്കെ. ആൻഡ് അഗെയിൻ ഡ്യൂറിങ് യുവർ സ്കൂൾ ടൈം you has gone to US as an exchange program, right? Yes, sir. So you are exposed to the outer world at a very young age. Normally ഇന്നത്തെ യൂത്തിനെ നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും, എസ്പെഷ്യലി ദ ബെസ്റ്റ് ഓഫ് ദറ്റ് യൂത്ത് wants to go abroad. They don't want to stay back in India. Okay, so what made you to choose to stay back in India? Connected ആയിട്ടൊരു കാര്യം, മോഡൽ UN, then your exposure to US. Why not you opt for IFS? Why you decided to focus on IAS? Sir, so to the first question, sir, given I am a product of society, whatever I have enjoyed or whatever I've become today, it's all part of the social upbringing. I had the benefits of a good education, publicly funded university, central university. I had that the notion and also the belief that I should give back to society. And ഭയങ്കര ക്ലീഷേ ആയിട്ട് തോന്നും സർ, ബട്ട് ദാറ്റ് പബ്ലിക് സർവീസ് that is not actually cliche, because I am happy that there are people still with that belief to give back to the society. I mean, many people who they have this viewpoint, പക്ഷേ ടു ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്ന് അത്ര കൂളാകുന്നില്ല നമ്മളെ.
Okay, and again, I really appreciate you to have that idea to give back to the society, and you decided to stay back. I mean, Yes. in the sense that to be part of the administrative service. I mean, Yes, sir. then why not IFS? Why you are focusing on IAS? Sir, actually grassroots ആയിട്ട് still I wanted to maintain connect. അപ്പോൾ within India itself നമുക്ക് ഒരുപാട് low hanging fruits ഉണ്ട്, especially in the development field scenario. അപ്പോൾ these are things that we can do, our country is doing, we are moving towards that. പക്ഷേ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഗ്രാസ് റൂട്ട്സ് ലെവൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് അറ്റ്ലീസ്റ്റ് വി ക്യാൻ മൂവ് ടുവേർഡ്സ് ദാറ്റ്. അപ്പോൾ ആ ഒരു ഗ്രാസ് റൂട്ട്സ് കണക്ട് വിത്ത് ദ കൺട്രി ഇറ്റ് സെൽഫ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് സർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓവർ ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഫോറിൻ സർവീസ് ആകുമ്പോൾ ഇറ്റ്സ് ഒരു മാക്രോ ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആണല്ലോ സർ. എനിക്ക് ഫോറിൻ പോളിസിയൊക്കെ വായിക്കാൻ ഇഷ്ടമാണ് സർ, ബട്ട് ആസ് എ കരിയർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സർ. So, to give back to the society, Yes, sir. and to be part of the grassroots or to connect with the grassroots. Yes, sir. Okay, fine. I really hope that like your faith in the administrative system or to be part of the system, Yes, sir. that gets appreciated over the period. And I also Thank you, believe sir. that you'll actually be able to do good to the society and do good to the grassroots also. You are writing again. Yes, I sir. hope that this year you will clear with much better rank and get into the topmost service for IAS itself. Thank you, sir. And so that you could be giving more back to the society and you could be getting more connected with the grassroots also. Sir. You are truly an inspiration to many of us. Thank you, and sir. many of the youngsters out there also. Inspiration in the sense that it is it is cool to be it is cool to stay back in India. It is cool to prepare for UPSC, put your effort. It is cool to be part of the college administrative activities, college political activities, etc. Okay, so I really appreciate Thank you, those sir. efforts from you. I really want to wish that there is a great bright future ahead of you. Thank you very Okay, much, sir. all the best in your life. Thank you, sir. Thank you, sir.